സംസ്ഥാനത്തും പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവാദ BBC ഡോക്യുമെന്ററിയുടെ പ്രദർശനം തുടരുന്നു. തിരുവനന്തപുരം ലോ കോളേജിൽ SFIയുടെ നേതൃത്വത്തിൽ പ്രദർശനം നടത്തി. ഡോക്യുമെന്ററി ആണോ കാണരുതെന്ന് പറഞ്ഞത്, പൊതുജനങ്ങൾ ഏത് ഡോക്യുമെന്ററി ആണോ ഏത് ഫാക്ടുകളാണോ കാണരുതെന്ന് പറഞ്ഞത്, അത് വിദ്യാർത്ഥികൾക്ക് മുമ്പാകെ പൊതുജനങ്ങൾക്ക് മുമ്പാകെ തുറന്നു കാണിക്കാവുന്ന വലിയ ഉദ്യമമാണ് SFI ഗവൺമെന്റ് ലോ കോളേജ് യൂണിയൻ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോ നിങ്ങൾ ഈ ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ടാവും. ഈ ഡോക്യുമെന്ററിയിലെ ഫാക്ടുകളെല്ലാം ഗവേഷണത്തിന് ശേഷം തയ്യാറാക്കിയ പൂർണ്ണമായും ആധികാരികമായ ഫാക്ടുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്തെ വിസ്മരിച്ചുകൂടാ, ആ ഓർമ്മകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നടക്കണം. ഇന്ന് നമ്മളെ ഭരിക്കുന്നവരുടെ വികൃതമായ മുഖത്തെ, അവരിട്ടിരിക്കുന്ന മുഖംമൂടിയെ വലിച്ചു കീറുക തന്നെ വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഡോക്യുമെന്ററി പരിശോധനയെത്തിയ എല്ലാ വിദ്യാർത്ഥികളോടും SFI ഗവൺമെന്റ് ലോ കോളേജ് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലാൽ സലാം. SFI ഈ ക്യാമ്പയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ തടയാൻ വന്നവരെയൊക്കെ നമ്മൾ ആ രീതിയിൽ അങ്ങ് നേരിടും എന്നേ പറഞ്ഞു വെക്കാനുള്ളൂ. കോഴിക്കോട് DYFIയുടെ നേതൃത്വത്തിലും പ്രദർശനം നടത്തി. കണ്ണൂർ സർവകലാശാല മങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ SFIയുടെ നേതൃത്വത്തിൽ ഡോക്യുമെന്ററി പ്രദർശനത്തിന് ക്യാമ്പസ് ഡയറക്ടർ അനുമതി നിഷേധിച്ചു. ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചവർക്കെതിരെ യുവമോർച്ച രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസും വിവിധ കേന്ദ്രങ്ങളിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. മാനവീയം വീതിയിൽ പ്രതിഷേധത്തിനെതിരെ BJP യുവമോർച്ച പ്രവർത്തകർ രംഗത്ത് വന്നു. ഡോക്യുമെന്ററി കേരളത്തിൽ പ്രദർശിപ്പിക്കാനുള്ള നീക്കം അനുവദിക്കരുതെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. തകർക്കാനും രാജ്യത്ത് ഈ സംഭവം വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് രാജ്യത്ത് മതസൗഹാർദ്ദം തകർക്കാനും രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വിദേശ ശക്തികൾ ശ്രമിക്കുമ്പോൾ ആ ശക്തികൾക്ക് കൂട്ടുനിൽക്കാനല്ല നമ്മുടെ രാജ്യത്തെ ദേശാഭിമാനമുള്ള ആളുകൾ ശ്രമിക്കേണ്ടത്. അത് മാത്രമല്ല, സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ ഒരു കാര്യം, അതേ കാര്യം വീണ്ടും എടുത്തുകൊണ്ടുവന്ന് ആരോപണമായിട്ട് ഉന്നയിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത്. പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഡോക്യുമെന്ററിയുടെ രണ്ടാം ഭാഗം ഇന്ന് BBC സംപ്രേഷണം ചെയ്യും. തിരുവനന്തപുരം മാനവീയം വീതിയിൽ നിന്ന് ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, മാനവീയം വീതിയിൽ ഡോക്യുമെന്ററി പ്രദർശനത്തിനെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? കിരൺ, 4:30യോടെയാണ് ഇത്തരത്തിൽ വിവാദമായ BBCയുടെ ഡോക്യുമെന്ററി പ്രദർശനം മാനവീയം വീതിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ആരംഭിച്ചത്. ആ പ്രദർശനം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ വളരെ അപ്രതീക്ഷിതമായി മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ഇത്തരത്തിൽ പ്രതിഷേധവുമായി അവർ ഈ BJP യുവമോർച്ച പ്രവർത്തകർ രംഗത്തെത്തുകയായിരുന്നു. എന്തായാലും പോലീസ് കൃത്യമായ മുന്നൊരുക്കങ്ങളോടെ തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ ഈ പ്രദർശനത്തിന് അനുവദിച്ചത് തന്നെ. കാരണം പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത അവർ മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു പോലീസ് സന്നാഹം 4 മണിയോടെ തന്നെ എയർ ക്യാമ്പിൽ നിന്നടക്കം മാനവീയം വീതിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ BJP പ്രവർത്തകരും നേർക്കുനേർ മുദ്രാവാക്യം വിളികളുമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടെയാണ് ആ കാര്യങ്ങൾ കൈവിട്ട് പോയേക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് അത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് നീങ്ങാത്ത വിധത്തിൽ ഈ പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന BJP പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് സ്ഥലത്ത്
നിന്ന് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടെയാണ് ആ സംഘർഷ സാധ്യതയ്ക്ക് അയവ് വന്നതും. അതിനുശേഷമാണ് ഇപ്പോൾ ഡോക്യുമെന്ററിയുടെ പ്രദർശനം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും അടക്കം നിരവധി പ്രവർത്തകർ മാനവീയ വീതിയിൽ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതിയിരുന്നോ? അല്ല, അത് പ്രതീക്ഷിച്ചു. യുവമോർച്ചയുടെയും BJPയുടെ ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെയൊന്നും ഇത്തരം യൂത്ത് കോൺഗ്രസിന്റെ പ്രചരണത്തിൽ ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല. ശക്തമായ പ്രതിരോധം തീർക്കും. ഇത്തരത്തിൽ പൊതുയിടങ്ങളിൽ, ജില്ലയിലെ മുഴുവൻ പൊതുയിടങ്ങളിലും ഈ ഡോക്യുമെന്ററി പ്രദർശനവുമായി മുന്നോട്ട് പോകും. അത്തരത്തിൽ ഏതെങ്കിലും യുവമോർച്ച BJP ഈ പ്രവർത്തനത്തെ തടയാമെന്ന് അത് പ്രതിരോധിക്കാനുള്ള ശക്തമായ സംഘടനാ സംവിധാനം യൂത്ത് കോൺഗ്രസിനുണ്ട്. അത് ശക്തമായി പ്രതിരോധിക്കുകയും ചെയ്യും. അല്ല, ഈ സംസ്ഥാനത്ത്, അതായത് ഡിവൈഎഫ്ഐ ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധ പരിപാടികളും അല്ലെങ്കിൽ ഈ ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് ഇവിടെ മാത്രമാണോ, അതായത് തലസ്ഥാന ജില്ലയിൽ മാത്രമാണോ, അതോ മറ്റിടങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കും? അല്ലല്ല, ഇത് കേരളത്തിലുടനീളം തൃശ്ശൂരും മലപ്പുറം എല്ലാ ജില്ലയിലും ഇതിന്റെ ഡോക്യുമെന്ററി പ്രദർശനം ഇന്ന് ജില്ലാതലത്തിൽ ആരംഭിച്ചു. മുഴുവൻ പൊതുയിടങ്ങളിലും കവലകളിലും ഈ ഡോക്യുമെന്ററി പ്രദർശനവുമായി യൂത്ത് കോൺഗ്രസ് കേരളത്തിലുടനീളം മുന്നോട്ട് പോകും. യെസ്, എന്തായാലും വളരെ വ്യക്തമാണ് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ. അതായത് സംസ്ഥാന വ്യാപകമായി ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചുകൊണ്ട് BJPക്ക് എതിരായിട്ടുള്ള ഒരു പ്രതിഷേധം അത് പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇടത് കക്ഷികൾക്കൊപ്പം തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പാർട്ടി നേതൃത്വവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 6 മണിക്കാകും പൂജപ്പുരയിൽ ഇതുമായി ബന്ധപ്പെട്ട ഡിവൈഎഫ്ഐ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനം നടക്കുക. അവിടെയും സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അടക്കം ലഭ്യമാകുന്ന സൂചന. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ മുൻകരുതലുകളായിരിക്കും പൂജപ്പുരയിലടക്കം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരുക്കുക. കിരൺ. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്യുമെന്ററിക്കെതിരെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഡോക്യുമെന്ററി. ഇന്ത്യയെ മുൻവിധിയോടെ കാണുന്ന മാധ്യമ സ്ഥാപനമാണ് BBC-യുടെ കാഴ്ചപ്പാട് പ്രചരിപ്പിക്കുന്നത് അപകടകരമായ കീഴ്വഴക്കമുണ്ടാക്കുമെന്നും അനിൽ ആന്റണി ട്വിറ്ററിൽ കുറിച്ചു. അനിൽ ആന്റണിയെ തള്ളി ഷാഫി പറമ്പിൽ. യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം പറയേണ്ടത് സംസ്ഥാന പ്രസിഡന്റാണ്. താൻ പറയുന്നതാണ് ഔദ്യോഗിക അഭിപ്രായം. വംശഹത്യയുടെ പാവക്കറ ഡോക്യുമെന്ററി നിരോധിച്ചാൽ മാറില്ലെന്നും ഷാഫി പറമ്പിൽ. ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള BBC ഡോക്യുമെന്ററിയുടെ 2ാം ഭാഗം ഇന്ന് സംപ്രേഷണം ചെയ്യും. വംശഹത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ 2ാം ഭാഗത്തിൽ ഉണ്ടാകുമെന്നാണ് സൂചന. അതേസമയം JNUവിൽ ഡോക്യുമെന്ററിയുടെ ആദ്യ ഭാഗം ഇന്ന് പ്രദർശിപ്പിക്കും. ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിയുടെ 1ാം ഭാഗം രാജ്യത്ത് വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയ സാഹചര്യത്തിലാണ് 2ാം ഭാഗം BBC ഇന്ന് സംപ്രേഷണം ചെയ്യാൻ ഒരുങ്ങുന്നത്. ആദ്യ ഭാഗത്തിനെതിരെ കേന്ദ്ര സർക്കാർ രംഗത്തെത്തുകയും ഡോക്യുമെന്ററി ഇന്ത്യയിൽ വിലക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പുകളെല്ലാം മറികടന്നാണ് 2ാം ഭാഗം BBC പുറത്തിറക്കുന്നത്. UK വിദേശകാര്യ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് ഡോക്യുമെന്ററി പങ്കുവയ്ക്കുന്നത്. വംശഹത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ 2ാം ഭാഗത്തിൽ ഉണ്ടായേക്കും. അതേസമയം JNUവിൽ ഡോക്യുമെന്ററിയുടെ 1ാം ഭാഗം പ്രദർശിപ്പിക്കുന്നത് സർവകലാശാല തടഞ്ഞു. സമാധാന അന്തരീക്ഷത്തിന് തിരിച്ചടിയുണ്ടാകുമെന്നും പ്രദർശിപ്പിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും സർവകലാശാല മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഡോക്യുമെന്ററിയുടെ ആദ്യ ഭാഗം ഇന്ന് പ്രദർശിപ്പിക്കാൻ തന്നെയാണ് JNU വിദ്യാർത്ഥി യൂണിയന്റെ തീരുമാനം. രാത്രി 9 മണിക്ക് വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ പ്രദർശിപ്പിക്കും. സത്യത്തെ മൂടിവെക്കാനാകില്ലെന്നും ജനങ്ങളെ ഭയപ്പെടുത്താമെന്ന് കരുതേണ്ടെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. വെള്ളക്കാർ പറയുന്നതാണ് ചിലർക്ക് വലിയ കാര്യമെന്നും ഇന്ത്യയെക്കുറിച്ചുള്ള അവരുടെ നിലപാടാണ് അന്തിമമെന്ന് കരുതുന്നുവെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു വിമർശിച്ചു. അതേസമയം ഡോക്യുമെന്ററിക്ക് വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ സമൂഹമാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കർശന നിരീക്ഷണത്തിലാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഹർത്താൽ ആക്രമണത്തിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ ജപ്തി ചെയ്ത വസ്തുവകളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്വത്ത് കണ്ടുകെട്ടിയവർക്ക് പോപ്പുലർ ഫ്രണ്ടുമായുള്ള ബന്ധം വിശദമാക്കുന്ന സത്യവാങ്മൂലവും സമർപ്പിക്കണം. അതിനിടെ PFIയുമായി ബന്ധമില്ലാഞ്ഞിട്ടും അന്യായമായി തന്റെ വസ്തുവകകൾ ജപ്തി ചെയ്തെന്നാരോപിച്ച മലപ്പുറം സ്വദേശി കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി. സംസ്ഥാനത്തെമ്പാടുമായി 248 PFI പ്രവർത്തകരുടെ സ്വത്തുവകകളാണ് ഹർത്താൽ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ജപ്തി ചെയ്തത്. സംസ്ഥാനത്ത് PFI നേതാക്കളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ നടപടിക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. ഹർത്താൽ നഷ്ടത്തിന്റെ പേരിലാണ് നടപടിയെങ്കിൽ നിയമസഭയിൽ അക്രമം നടത്തിയവരുടെ സ്വത്തുവകകളും കണ്ടുകെട്ടണം. ഒരേ നീതി എല്ലാവർക്കും വേണമെന്നും ഇപ്പോഴത്തെ നടപടി PFIക്ക് ന്യായം പറഞ്ഞു നിൽക്കാനേ ഉപകരിക്കുമെന്നും ഷാജി പറഞ്ഞു.
ഇനി ആത്മാർത്ഥമായ നിരോധനമാണോ നിങ്ങളുടേത്? അതും ഞാൻ ചോദിക്കട്ടെ. അല്ലെന്നുറപ്പിച്ചു വെച്ചോളൂ. ഇപ്പോൾ നിങ്ങൾ SDPIയുടെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കുമെതിരെ എടുക്കുന്ന നടപടി ഉണ്ടല്ലോ, ആ നടപടി നേരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ കനലിൽ നിങ്ങൾ പിന്നെയും എണ്ണയൊഴിക്കുകയാണ്. തീവ്രവാദത്തിന്റെ കനലിൽ നിങ്ങൾ നീതിയാണോ കാണിക്കുന്നത്? അവരുടെ വീടുകളിൽ കയറി പേപ്പർ ഒട്ടിച്ച് അവരുടെ സ്വത്തുക്കൾ ഒരു സുപ്രഭാതത്തിൽ കണ്ടുകെട്ടാൻ നിരപരാധിയായ അവന്റെ ഭാര്യയും മക്കളും അമ്മയും ഒക്കെ നോക്കി നിൽക്കേ നിങ്ങൾ നോട്ടീസ് ഒട്ടിക്കുമ്പോ ഇത് ഒരു സാർവത്രിക നീതിയാണോ? ഞങ്ങൾ കൂടെ നിൽക്കാം. സാർവത്രിക നീതിയാണോ? എല്ലാവർക്കും ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതല്ലേ കേരളത്തിന്റെ നിയമസഭയിൽ നിങ്ങളുടെ പുന്നാര ജനപ്രതിനിധി അടക്കം ഇരുന്നിട്ട് സ്പീക്കറുടെ കസേര അട്ടിമറിക്കുന്നത്, കമ്പ്യൂട്ടറുകൾ തല്ലിപ്പൊളിക്കുന്നത്, നിയമസഭയുടെ കാർപ്പറ്റ് വലിച്ചു കീറുന്നത്, പൂച്ചയും നായയും മാന്തുന്ന പോലെ കാർപ്പറ്റിൽ കടിച്ചു കീറുന്നത് കണ്ടിട്ടില്ലേ ഞങ്ങള്? എത്ര കോടിയായി ഈ കേരളത്തിൽ നഷ്ടം? ഉളുപ്പില്ലാതെ നിയമസഭയിൽ കോടതിയുടെ മുമ്പിൽ പോയിട്ട് അത് വ്യാജ വീഡിയോ ആണെന്ന് പറയാൻ മടിയില്ലാത്ത ഈ കേരളത്തിലെ സർക്കാർ നിങ്ങൾ ഈ വഴി നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെടാണല്ലോ CPM-കാര്. ഇത് ശരിയാണോ? കേരളത്തിന്റെ പൊതുമുതൽ നശിപ്പിച്ചത് CPM-നെ പോലെ വേറെ പാർട്ടിയുണ്ടോ? അത് കഴിഞ്ഞല്ലേ BJP വരൂ. ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ ചെയ്യാറുണ്ടോ? ഇവിടുത്തെ ലീഗുകാരൻ ചെയ്യാറുണ്ടോ അങ്ങനെ ഈ പൊതുമുതൽ നശിപ്പിക്കുന്ന ഏർപ്പാട്? എന്നിട്ട് എത്ര പേരെയാണോ സ്വത്തുകൾ കണ്ടുകെട്ടിയത്? വിവാദങ്ങൾക്കൊടുവിൽ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ചിന്ത ജെറോമിന് ശമ്പള കുടിശ്ശിക അനുവദിച്ച് ഉത്തരവിറങ്ങി. 8.5 ലക്ഷം രൂപ ചിന്തയ്ക്ക് കുടിശ്ശികയായി ലഭിക്കും. ശമ്പള കുടിശ്ശിക വേണമെന്ന് ചിന്ത ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഉത്തരവെന്നും പരാമർശമുണ്ട്. മുൻകാല പ്രാബല്യത്തോടെ 1 ലക്ഷം രൂപയാവും ഇനി ചിന്തയ്ക്ക് ശമ്പളം. യുവജനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറാണ് ഉത്തരവിറക്കിയത്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ ജാമ്യം റദ്ദാക്കി. അഭിഭാഷകനെ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ ലഭിച്ച ജാമ്യമാണ് എറണാകുളം ജില്ലാ കോടതി റദ്ദാക്കിയത്. വധശ്രമ കേസിൽ ആദ്യം ജാമ്യത്തിലിറങ്ങിയ ആർഷോ വിവിധ കേസുകളിൽ പ്രതിയായതോടെയാണ് ഹൈക്കോടതി നേരത്തെ ജാമ്യം റദ്ദു ചെയ്തത്. തുടർന്ന് അറസ്റ്റിലായ ആർഷോ 1.5 മാസത്തെ ജയിൽവാസത്തിനു ശേഷം ജാമ്യത്തിലിറങ്ങുകയായിരുന്നു. കുപ്രസിദ്ധ ഗുണ്ട ഓംപ്രകാശ് ഹൈദരാബാദിൽ നിന്ന് അന്വേഷണ സംഘം. ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് കടന്നതായാണ് സൂചന. മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. മറ്റൊരു ഗുണ്ടയായ പുത്തൻപാലൻ രാജേഷ് തമിഴ്നാട്ടിലാണെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു. 2 സംഘങ്ങളാണ് ഓംപ്രകാശിനും രാജേഷിനും വേണ്ടി തിരച്ചിൽ നടത്തുന്നത്. ഗുണ്ടകളെ ഉപയോഗിച്ച് മണ്ണ് കരിങ്കൽ മാഫിയ പ്രവർത്തനം നടത്തുന്നവരും നിരീക്ഷണത്തിലാണ്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഗുണ്ടകളുമായി ചേർന്ന് ഇവർ ബിസിനസ് പങ്കാളിത്തം നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. കഞ്ചാവ് കേസ് പ്രതികൾക്ക് പോലീസിന്റെ ഒത്താശ. 200 കിലോ കഞ്ചാവ് കൈവശം വെച്ച പ്രതികൾക്ക് പോലീസിന്റെ വീഴ്ച മൂലം ജാമ്യം ലഭിച്ചു. നിശ്ചിത സമയത്തിനുള്ളിൽ വെഞ്ഞാറമൂട് പോലീസ് കുറ്റപത്രം നൽകുന്നതിൽ വീഴ്ച വരുത്തിയതാണ് പ്രതികൾക്ക് നേട്ടമായത്. ഗുരുതരമായ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ജഡ്ജി DGPയോട് അന്വേഷണം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ടത്. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ യോദ്ധാവെന്ന പേരിൽ ഉൾപ്പെടെ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നു എന്ന് പറയുമ്പോഴാണ് 200 കിലോ കഞ്ചാവ് പിടിച്ച കേസിലെ 3 പ്രതികൾ പോലീസിന്റെ ഗുരുതരമായ അലംഭാവം കൊണ്ട് ജാമ്യം നേടിപ്പോയത്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പോലീസിന്റെ ഗുരുതര വീഴ്ച. 2022 ജൂലൈ 16-നാണ് 200.6 കിലോ കഞ്ചാവുമായി 3 പ്രതികളെ വെഞ്ഞാറമൂട് പോലീസും റൂറൽ ഡാൻസ് ഓഫ് ടീമും പിടികൂടിയത്. പ്രതികളായ പുനലാൽ സ്വദേശി കിഷോർ, ശ്രീകാര്യം സ്വദേശി മനു, വർക്കല സ്വദേശി വിനോദ് എന്നിവരെ കോടതി റിമാൻഡും ചെയ്തു. എന്നാൽ 186 ദിവസത്തിനു ശേഷവും കുറ്റപത്രം നൽകാത്തതോടെയാണ് പ്രതികൾക്ക് ജാമ്യം നൽകി തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് ജഡ്ജി K സനിൽകുമാർ ഉത്തരവിട്ടത്. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനിടയായ സാഹചര്യത്തെയും കാരണക്കാരായ അന്വേഷണ ഉദ്യോഗസ്ഥനെയും രൂക്ഷമായ ഭാഷയിലാണ് ഉത്തരവിൽ വിമർശിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നടപടി കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കുന്നതാണ്. സാധാരണക്കാരന് നിയമവ്യവസ്ഥയോടുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. NDPS ആക്ട് പ്രകാരം ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് മാത്രമല്ല, ഈ 180 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയായില്ലെങ്കിൽ അവർക്ക് കോടതി മുമ്പാകെ ഒരു അപേക്ഷ സമർപ്പിക്കാനും 1 വർഷം വരെ നീട്ടിക്കിട്ടാനുള്ള മാർഗം ഉണ്ടായിരുന്നു. അത് അവർ തേടേണ്ടായിരുന്നു. അതിലെന്താണ് പറ്റിയെന്നുള്ള കാര്യം എനിക്ക് വ്യക്തതയില്ല. ആ കാര്യങ്ങളെ കുറിച്ച് അറിയത്തില്ല. സംസ്ഥാന പോലീസ് മേധാവിക്ക് ഉത്തരവിന്റെ പകർപ്പ് അയക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിലുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ കോടതി സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകരായ അഫ്സൽ ഖാൻ, മടവൂർ G സുരേഷ് കുമാർ, പ്രീതാറാണി എന്നിവരാണ് ഹാജരായത്. ന്യൂസ് 18 തിരുവനന്തപുരം. സമരത്തിന് പിന്നാലെ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നു. രാജിവെച്ചത് ഒഴികെയുള്ള അധ്യാപകർ ജോലിക്കെത്തി. എന്നാൽ ക്ലാസുകൾ തുടങ്ങുന്ന വിഷയത്തിൽ തീരുമാനമായിട്ടില്ല. ആരോപണ വിധേയരായ അധ്യാപകർ രാജിവെച്ചത് നന്നായെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. കൊച്ചിയിൽ യുവതിയുടെ കഴുത്തറുത്തു. ഗുരുതരാവസ്ഥയിലുള്ള യുവതി തൊടുപുഴ സ്വദേശിനി സൂര്യ ചികിത്സയിലാണ്.
രവിപുരത്തെ ട്രാവൽസിലാണ് സംഭവം ഉണ്ടായത്. ആക്രമിച്ച പള്ളുരുത്തി സ്വദേശിയായ യുവാവ് ജോളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴുത്തിൽ മുറിവേറ്റ യുവതി തൊട്ടടുത്ത ഹോട്ടലിലേക്ക് ഓടിക്കയറുകയായിരുന്നു. തലസ്ഥാനത്ത് വീണ്ടും പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം. തിരുവനന്തപുരം നഗരത്തിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് യുവാവ് പെൺകുട്ടിയെ കടന്നുപിടിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് തീർത്ഥാടകൻ എന്ന വ്യാജേന എത്തിയ യുവാവാണ് അതിക്രമം കാട്ടിയത്. വഞ്ചൂർ പോലീസ് കേസെടുത്തു. കളമശ്ശേരിയിൽ സുനാമി ഇറച്ചി പിടികൂടിയ കേസിലെ പ്രതി ജുനേഷ് മറ്റ് ക്രിമിനൽ കേസുകളിലും പ്രതിയാണ്. ഇയാളുടെ പേരിൽ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ വധശ്രമമടക്കം 5 കേസുകളുണ്ട്. ഇയാൾ ഇറച്ചി നൽകിയവരെയും കണ്ടെത്തി കേസെടുക്കുമെന്ന് DCP S ശശിധരൻ പറഞ്ഞു. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 5.8 രേഖപ്പെടുത്തിയ ഭൂചലനം 30 സെക്കൻഡ് നേരം നീണ്ടുനിന്നു. ഉച്ചയ്ക്ക് 2:28 ഭൂചലനം. ഉത്തരാഖണ്ഡിലെ പിത്തോർഗഡിൽ നിന്ന് 148 കിലോമീറ്റർ കിഴക്ക് നേപ്പാളിലാണ് ഭൂചലനത്തിന്റെ പ്രഭവകേന്ദ്രമെന്നാണ് റിപ്പോർട്ട്. അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടില്ല. പാകിസ്ഥാനെ ഇരുട്ടിലാക്കി 24 മണിക്കൂറിന് ശേഷവും വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനായില്ല. ഗ്രിഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കിയെന്നാണ് സർക്കാർ പ്രതികരണമെങ്കിലും രാജ്യത്തിന്റെ പലയിടത്തും വൈദ്യുതി എത്തിയിട്ടില്ല. ഇന്ധനം കിട്ടാത്തതിനാൽ ലഹോറും പെഷവാറും ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പെട്രോൾ പമ്പുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ തുടരുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായ പാകിസ്ഥാനും ശ്രീലങ്കയുടേതിന് സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. 3 മാസത്തിനിടെ 2ാം തവണയാണ് ഇന്നലെ രാവിലെ രാജ്യത്തൊട്ടാകെ വൈദ്യുതി മുടങ്ങിയത്. വൈദ്യുതി ബന്ധം നഷ്ടമായ ശേഷം 10 മണിക്കൂറിനകം പ്രശ്നം പരിഹരിക്കുമെന്നായിരുന്നു പാക് സർക്കാർ അറിയിച്ചത്. എന്നാൽ ഒരു രാത്രി കഴിഞ്ഞപ്പോഴും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. തലസ്ഥാനം ഇസ്ലാമാബാദിലും ലാഹോർ, കറാച്ചി, പെഷവാർ, കൊറ്റ നഗരങ്ങളടക്കം നിശ്ചലമായി. കുടിവെള്ളം മുടങ്ങി. ആശുപത്രി സേവനങ്ങൾ പ്രതിസന്ധിയിലായി. ട്രെയിൻ ഗതാഗതം താറുമാറായി. ഇന്ധനച്ചെലവ് ചുരുക്കാൻ പവർ ജനറേറ്ററുകളുടെ പ്രവർത്തനം നിർത്തിവെച്ചതാണ് വൈദ്യുതി മുടങ്ങാൻ കാരണം. എന്നാൽ സർക്കാർ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല. രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ പെട്രോൾ പമ്പുകൾ കാലിയായെന്നും റിപ്പോർട്ടുണ്ട്. ലാഹോറിലും പെഷവാറിലും പമ്പുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ തുടരുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതിയും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇനി സ്പോർട്സ്. അവസാന ഏകദിനത്തിൽ ന്യൂസിലൻഡിന് 386 റൺസ് വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്കായി രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും സെഞ്ചുറി നേടി. ആദ്യ വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 212 റൺസ് കൂട്ടുകെട്ട് പടുത്തുയർത്തി. രോഹിത് 101ഉം ഗിൽ 112ഉം റൺസെടുത്തു. കോഹ്ലി 36ഉം ഇഷാൻ കിഷൻ 17ഉം സൂര്യകുമാർ 14ഉം റൺസെടുത്ത് പുറത്തായി. അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച് അർദ്ധ സെഞ്ചുറി നേടിയ ഹാർദിക്കും ഷാർദുലുമാണ് മികച്ച സ്കോറിലെത്തിച്ചത്. കിവീസിനായി ഡഫിയും ടിക്നറും 3 വീതം വിക്കറ്റ് വീഴ്ത്തി. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ.